പ്രിയപ്പെട്ട നാട്ടുകാരെ, ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തകരെ, നമ്മുടെ പാലായുടെ ആസ്ഥാന ബസ് സ്റ്റാൻഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ പാലായിലൂടെ പലരും കടന്നുപോയി. മാണി സാറിൻ്റെ പിള്ളേര് സ്ഥിരം പോകുന്നതാണ്. മാണി സി കാപ്പൻ സാറ് ഇതിലെ എപ്പോഴും പോകുന്നതാണ്. നമ്മുടെ ഫ്രാൻസിസ് ജോർജ് എല്ലാ ആഴ്ചയും തന്നെ ഇതിലേക്ക് പോകുന്നതാണ്. എന്ന് വേണ്ട പല പല പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതിലെല്ലാം കടന്നു പോയിട്ടും അവർക്ക് ഈ കുഴികൾ മാത്രം കാണാൻ സാധിച്ചില്ല. അവരുടെ എല്ലാം കണ്ണുകൾ തിളങ്ങുന്ന എന്തെങ്കിലും ഒക്കെ ആയിരുന്നു. സ്വർണത്തിലായിരിക്കാം, ഗാന്ധിയുടെ പടമുള്ള നോട്ടിലായിരിക്കാം, എന്തിനാണെന്ന് അറിയത്തില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ വലിയ അക്ഷരത്തിൽ മൂത്രപ്പരാന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് വെള്ളമില്ല എന്നാണ് ഇപ്പൊ ഇവിടെ ആൾക്കാരുടെ പരാതി. ഈ പാലാ മീനച്ചിലാറ്റിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് കയ്യും കണക്കുമില്ല. എന്നിട്ട് ഒരു മൂത്രപ്പരയ്ക്കകത്തൊരു ഇച്ചിരി വെള്ളം കൊടുക്കാനുള്ള സംവിധാനം പോലും സാധിക്കാത്ത ഒരു മുനിസിപ്പാലിറ്റിയില് നമ്മൾ ജീവിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അപമാനമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ആരും ഇവരെ ഒന്നും കുറ്റം പറയുന്നില്ല. കാരണം ഇവരെ എല്ലാം തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് അവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം നമുക്ക് തന്നെയാണ് ഇതിന്റെ എല്ലാം നാണക്കേട്. നമ്മുടെ പിള്ളേര് വരുമ്പോൾ ന്യൂയോർക്ക് മോഡൽ ബസ് സ്റ്റാൻഡ് കാണാൻ വേണ്ടി വരികയാണ്. ന്യൂയോർക്ക് മോഡൽ ബസ് സ്റ്റാൻഡ് കാണാൻ വരുമ്പോൾ കാണുന്നത് ഉഗാണ്ടയാണോ ആഫ്രിക്കയാണോ എന്ന് നാണിപ്പിക്കുന്ന, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ സോമാലിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു നോക്കി ആൾക്കാർ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വരുമ്പോൾ കാണുന്നത് തുരുമ്പെടുത്ത് വീഴാറായ ഒരു കുറെ പാട്ട കഷ്ണങ്ങളും പാമ്പ് കടി, അണലി, വളവളപ്പൻ, മൂർഖൻ എന്നിവയുടെ എല്ലാം വളർത്തുകേന്ദ്ര ഒരു ആവാസ വ്യവസ്ഥയുമായ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് പാലാ നഗരത്തിന്റെ നടുക്കൂടെ പണിത് വെച്ചിരിക്കുന്നത്. നാളെ ഇതെല്ലാം കൂടെ അവർ വനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ പാലാ പട്ടണം അവരെ ഏറ്റെടുത്തോണ്ട് പോകും, വനംവകുപ്പ് എടുത്തോണ്ട് പോകും. ആ ഒരു സ്ഥിതിയായി വെച്ചിരിക്കുക. ഇവിടെ നമുക്കറിയാം, പണ്ട് എത്രയോ ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ഇന്ന് ഇവിടെ വളരെ ട്രാൻസ്പോർട്ട് ബസ് കൂടെ കയറി ഓടിയിട്ട് പോലും ഇവിടെ ബസ്സില്ല. എന്തുകൊണ്ടാണ്? ഉള്ള ബസ്സുകളെല്ലാം നീല പെയിന്റ് അടിക്കണം, വെള്ള പെയിന്റ് അടിക്കണം. ബസ്സിന്റെ കളറ് പോരാ, ബസ്സിന് സ്പീഡ് ഗവർണർ വെക്കണം, ഡോറ് വെക്കണം എന്ന് പറഞ്ഞ് മുട്ടിന് തിരിഞ്ഞ് ഫൈനടിച്ച് ബസ് ജീവിക്കാനായിട്ടൊരു ബസ് ഓടിക്കുന്ന, നമുക്കറിയാം റോബിൻ മോട്ടോഴ്സിന്റെ കഥ നമ്മളെല്ലാവരും കേട്ടതാണ്. ജീവിക്കാനായിട്ടൊരു ബസ് എടുത്ത ഒരു മനുഷ്യനെ കുത്തുവാള എടുപ്പിക്കുന്ന ഒരു സംവിധാനം. എന്ത് പ്രസ്ഥാനം തുടങ്ങിയാലും ഒരു കുത്തുവാള എടുപ്പിക്കാനുള്ള ഒരു സർക്കാർ ഇവിടെ നമുക്കറിയാം. ഇവിടെ എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി എല്ലാം നടത്തുന്നുണ്ട്. വ്യവസായ സംരംഭകത്വ പ്രോത്സാഹനം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് കാപ്പിയൊക്കെ കൊടുത്ത് നിങ്ങൾ ഇവിടെ വ്യവസായം തുടങ്ങണം, ഞങ്ങൾ നിങ്ങൾക്ക് 20% സബ്സിഡി, 10%, 30% സബ്സിഡി, 70% സബ്സിഡി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ നാട്ടില് എന്തുകൊണ്ടാണ് വ്യവസായങ്ങൾ വരാത്തത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്, അത്ര പൊട്ടന്മാരല്ല. 70% സബ്സിഡി എന്ന് പറഞ്ഞ് ആ 30% ഇറക്കുന്ന പൈസയുടെ 3 ഇരട്ടിയും 4 ഇരട്ടിയും നാളെ കൈക്കൂലി, നോക്കുകൂലി, കൊടികുത്തി സമരം, പാർട്ടി ഫണ്ട്, സമര ഫണ്ട് എന്ന് പറഞ്ഞ് മിനിറ്റിന് ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് പിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടികള് നമ്മൾ വിചാരിക്കും അവർ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവർക്കൊന്നിനും ശ്രദ്ധയില്ല, അവർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ആശങ്കയില്ല, അവർക്ക് ബോധമില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയ അപ്പാപ്പന്മാരെ നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ അപ്പാപ്പന്മാര് ഈ നരകത്തിൽ കിടക്കുകയാണ്. അതേസമയം ആ ബോധമില്ലാത്ത പിള്ളേര് മിനിറ്റിന് വെച്ച് എങ്ങനെയെങ്കിലും 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അപ്പൊ തന്നെ അവർ ഏതെങ്കിലും സ്വർഗത്തിലോട്ട് പോവുക. ആർക്കാണ് ഇവിടെ ബോധമുള്ളത്? ആർക്കാണ് ബോധമില്ലാത്തത്? ബോധമില്ലാത്ത നമ്മള് ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്? നാളെ
ആ മാണി സാറിന് എന്റെ അപ്പൂപ്പൻ വോട്ട് ചെയ്താൽ ഞാനും മാണി സാറിന്റെ പിള്ളേർക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. ഞാനും ചെങ്കൊടി കണ്ടാ പിന്നെ എനിക്ക് വേറൊന്നും കാണാൻ പറ്റൂല, അവിടെ ഞാൻ കുത്തു എന്ന് പറഞ്ഞ് വോട്ട് കുത്തിയിട്ട് ഒരു പെൻഷൻ പാവപ്പെട്ടവർക്ക് 1600 രൂപ വളരെ ബുദ്ധിമുട്ടിച്ച് മുക്കിയും മൂളിയും 6 മാസം കൂടുമ്പം ഒക്കെ ഒന്ന് ഓണം വരുമ്പോ ഒരു പെൻഷൻ എന്നൊക്കെ കൊടുക്കുന്ന ഈ നാട്ടില് എലവക്കപ്പെട്ടിയുടെ കിറുവിക്കപ്പെട്ടി എന്ന് പറഞ്ഞാല് ഈ പാവപ്പെട്ടവരുടെ 1600 രൂപയിൽ കൈയിട്ട് വാരുന്ന പാർട്ടിക്കാരാണ് ഇന്ന് ഈ നാട്ടിലുള്ളത്. പാർട്ടി നമുക്ക് ഒറ്റ കാര്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. എന്താണ്? 1500 പേരെ ഉള്ളൂ പാർട്ടിക്കാരുടെ വലിയ അടുത്ത ആൾക്കാര്. കാരണം അവന്മാര് സർക്കാർ ശമ്പളം മേടിച്ചോണ്ട് BMW കാറ് നടന്നുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ 1600 രൂപ അടിച്ചു മാറ്റണമെങ്കിൽ അവര് മാത്രമേ ഉള്ളൂ യഥാർത്ഥ പിണറായി ഭക്തര്. ബാക്കി ഇവിടെ കൊടിയും പിടിച്ച് നടക്കുന്ന ഒറ്റ എണ്ണത്തിന് കിട്ടിയോ? പാവപ്പെട്ടവന് കിട്ടിയോ? ഈ പാർട്ടിക്കാർക്ക് വേണ്ടി വീണ്ടും വീണ്ടും വോട്ട് ചെയ്ത് ഇവരെ നമ്മളവിടെ മേളിൽ കയറ്റിയിരുത്തുമ്പോൾ അവർക്ക് ഈ റോഡിലെ കുഴികൾ കാണാൻ പറ്റില്ല. അവർക്ക് നമ്മളിവിടെ കല്ലുകൊണ്ട് വീണാലും കുഴിയിൽ വീണ് മരിച്ചാലും, കഴിഞ്ഞ ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന സ്ലാബേന്ന് ഒരു ചേച്ചി മൂക്കും കുത്തിയാ വീഴുന്നത്, പോലീസുകാരന്റെ ഫ്രണ്ടിലോട്ടാ വീഴുന്നത്. ആരെങ്കിലും ഉണ്ടോ അതൊന്ന് സ്ലാബ് ഒന്ന് നന്നാക്കി? ഇവിടെ നമ്മുടെ ജോയിച്ചേട്ടൻ ആ സെന്റ് മേരീസ് സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള സ്ലാബ് ഒന്ന് ശരിയാക്കാൻ എത്രയോ വർഷങ്ങളായിട്ട് പരാതി കൊടുത്തു. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരു പരാതി മലയാളത്തിൽ എഴുതി കൊടുത്താൽ പോലും വായിക്കാനോ മനസ്സിലാക്കാനോ അത് കഴിയാഞ്ഞിട്ടാണോ? ഒന്നുമല്ല, ലക്ഷങ്ങളുടെ പളവളപ്പില് ലാസ്റ്റ് അച്ചായം ഗോൾഡുകാരൻ എന്താ പറഞ്ഞത്? 2 ലക്ഷം രൂപ കൈക്കൂലി എന്നോട് ചോദിച്ചു. 2 ലക്ഷം കൊടുക്കാത്തോണ്ട് ചെയർമാൻ കത്തിയായിട്ട് വന്നു എന്നാ പറയുന്നത്. കത്തിയായിട്ട് നടക്കാനാണോ നമ്മൾ ഒരാളെ വോട്ട് ചെയ്ത് ഇവിടെ ചെയർമാനാക്കി വെച്ചിരിക്കുന്നത്? ഈ കത്തിയായിട്ട് തെക്ക് വടക്ക് നടക്കുന്ന സമയത്ത് ആ പേനായെടുത്ത് ഒപ്പിട്ടിരുന്നെങ്കിൽ ഈ പാലായിൽ ഈ കയ്യേറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. പൊതുജനങ്ങൾക്ക് നടക്കാനുള്ള വഴി അത്താഴ പക്ഷിക്കാരനാണ് വഴിയെ നടന്നു പോകുന്നത്. കാശുള്ളവൻ BMW ബെൻസിലും നടക്കുന്നത്. അത്താഴ പക്ഷിക്കാരൻ നടന്നു പോകുന്ന വഴിയില് ഗോൾഡുകാരൻ വന്ന് കയ്യേറിയിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തിയെ? സ്വർണം തിളങ്ങുന്നു, കാണാൻ പറ്റൂല, കണ്ണി പിടിക്കത്തില്ല. ഈ ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വീട്ടിലിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും നമ്മൾ പറഞ്ഞാൽ മതി, നാളെയെങ്കിലും നമ്മുടെ കുട്ടികള് ഈ പാലായുടെ ഈ ന്യൂയോർക്ക് മോഡൽ ബസ് സ്റ്റാൻഡ് കാണാതിരിക്കാൻ, നമ്മുടെ ഈ ലണ്ടൻ ബ്രിഡ്ജ്, തുരുമ്പിച്ച ലണ്ടൻ ബ്രിഡ്ജ് കാണാതിരിക്കാൻ നമ്മൾ മാറി ചിന്തിക്കണം. ഇന്ന് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വെള്ളരിങ്ങാട്ട്, നമ്മുടെ ആം ആദ്മി പാർട്ടി വനിതാ വിങ്ങിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ഫാത്തിമ, നമ്മുടെ പാലാ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ ജൂലിയസ്, നമ്മുടെ ട്രഷറർ ശ്രീ കോപ്പിൽ, ശ്രീ രാജു താന്നിക്കൽ, നമ്മുടെ പ്രിയപ്പെട്ട ജോയി കളരിക്കൽ എന്നിങ്ങനെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പാല ആസ്വദിച്ചുകൊണ്ട്, നമ്മുടെ പാലാ ജൂബിലിയുടെ മംഗളങ്ങൾ ആസ്വദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.